നമ്മുടെ മൂന്നാം പാഠത്തിൽ നിന്ന് പഠിക്കാൻ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്നാൽ ചില മക്കൾക്ക് ദേഷ്യമുള്ള ഒരു ടോപ്പിക്കാണ് എന്ത് പ്ലാൻ ഹോർമോൺസിൻ്റെ ഭാഗം. നമുക്കൊക്കെ അറിയാം, നമുക്ക് എന്തുണ്ട്, മൊത്തം 5 പ്ലാൻ ഹോർമോൺസ് ഉണ്ട്. ജിബർലിൻ, ഓക്സിൻ, സൈറ്റോകൈനിൻ, എഥിലിൻ, അബ്സിസിക് ആസിഡ്. ഈ 5 ആളുകളുടെയും ഫംഗ്ഷൻസ് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. എൻ്റെ മക്കൾ എന്ത് ചെയ്യുന്നു, നമ്മളിത് എന്ത് ചെയ്യുന്നു, വളരെ സിമ്പിളായിട്ട് ഈ 5 ആളുകളുടെയും ഫംഗ്ഷൻ വളരെ സിമ്പിളായിട്ട് പഠിക്കുന്നു കേട്ടോ. ഓക്കെ, ആദ്യം ആരാണ് ജിബർലിൻ? മക്കൾ നോക്കിക്കോ, ജിബർലിൻ ജെർമിനേഷൻ സഹായിക്കുന്ന ആളാണ് ജിബർലിൻ എന്ന് പറഞ്ഞാൽ. അഥവാ സമൃദ്ധ ആഹാരത്തെ വിഘടിപ്പിച്ചിട്ട് വിത്തുകൾ മുളക്കാൻ സഹായിക്കുന്നു. ആര്? ജിബർലിൻ. ഒരു ഫംഗ്ഷനും കൂടിയുണ്ട്, എന്താണ്? സ്പ്രൗട്ടിങ് ഓഫ് ലീഫ് എന്ന് വെച്ചാൽ എന്താ സാറേ? ഇല വിരിയാൻ ആര് സഹായിക്കുന്നുണ്ട്? ജിബർലിൻ സഹായിക്കുന്നുണ്ട്. നമുക്ക് ഓർമ്മ വരണം, ജിബർലിൻ എന്ന് പറയുമ്പോൾ എന്ത് ഓർമ്മ വരണം? ജെർമിനേഷൻ, മുളക്കാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ എന്ത് വരണം? ലീഫ് പ്രൊഡ്യൂസ് ചെയ്യാനും എന്ത് വരാൻ? ഇല വിരിയാനും ആര് സഹായിക്കുന്നുണ്ട്? ജിബർലിൻ സഹായിക്കുന്നുണ്ട്. ജിബർലിൻ കഴിഞ്ഞാൽ പിന്നെ ആരാണ്? ഓക്സിൻ. നമുക്കറിയാം, ജിബർലിൻ, ഓക്സിൻ, സൈറ്റോകൈനിൻ, എഥിലിൻ, അബ്സിസിക് ആസിഡ്. എൻ്റെ മക്കൾ പാട്ട് പാടി പഠിച്ചതാണ്. യെസ്. പിന്നെ എന്താണ് മക്കൾ? ഓക്സിനാണ് അല്ലേ? ഓക്സിൻ സഹായിക്കുന്നത് മക്കൾ നോക്കിക്കോ, സെൽ ഗ്രോത്ത്, സെൽ ഇലോങ്ങേഷൻ, പിന്നെന്താണ്? പ്രൊമോട്ടിങ് ടെർമിനൽ ബഡ്സ്, ഫ്രൂട്ട് ഫോർമേഷൻ. 4 ഭാഗങ്ങളുണ്ട് മക്കൾ. നോക്കിക്കോളൂ. ഓക്സിൻ 4 ഭാഗങ്ങളുണ്ട്. കോശ വളർച്ച, കോശ ദീർഘീകരണം, അഗ്രമുകുളത്തിന്റെ വളർച്ച, ഫലരൂപീകരണം. വളർച്ച. മക്കൾസ് കിട്ടുന്നുണ്ടോ മക്കൾസ്? സെൽ ഗ്രോത്ത്, സെൽ ഇലോങ്ങേഷൻ, പ്രൊമോട്ടിംഗ് ദി ഗ്രോത്ത് ഓഫ് ടെർമിനൽ ബഡ്സ്, പിന്നെന്താണ്? ഫ്രൂട്ട് ഫോർമേഷൻ. ഈ 4 പോയിന്റ് മക്കൾ എന്ത് ചെയ്യുക, ഒരു 3 പഠിച്ചിട്ട് പോകണം കേട്ടോ. പിന്നെന്താണ്? സൈറ്റോകൈനിൻ, സി. എന്താ മക്കളെ? സൈറ്റോകൈനിൻ നോക്കിക്കോളൂ. സൈറ്റോകൈനിൻ സെൽ ഗ്രോത്ത്, സെൽ ഡിവിഷൻ, സെൽ ഡിഫറൻഷിയേഷൻ. സി സെൽ. സൈറ്റോകൈനിൻ സെൽ ഗ്രോത്ത്, സെൽ ഡിവിഷൻ, സെൽ ഡിഫറൻഷിയേഷൻ. എൻ്റെ മക്കൾക്ക് പറഞ്ഞാൽ സൈറ്റോകൈനിൻ എന്ന് പറഞ്ഞാൽ കോശത്തിൻ്റെ മലയാളികൾ എന്ത് വരണം? കോശത്തിൻ്റെ കോശത്തിൻ്റെ വളർച്ച, കോശത്തിൻ്റെ വിഭജനം, കോശത്തിൻ്റെ വൈവിധ്യവൽക്കരണം. മക്കളെ ഇംഗ്ലീഷുകാരെന്ന് വെക്കണം, സി ഓർത്ത് വെക്കണം. സൈറ്റോകൈനിൻ സെൽ ഗ്രോത്ത്, സെൽ ഡിഫറൻഷിയേഷൻ, സെൽ ഡിവിഷൻ. മലയാളികളോ? കോശത്തിൻ്റെ എന്താ സാറേ? വളർച്ച, വിഭജനം, വൈവിധ്യവൽക്കരണം. സർ, അടുത്തതാരാണ്? നോക്കിക്കോ, എഥിലിൻ്റെ ആദ്യത്തെ പോയിന്റ്. ഇയാൾ എന്താണ്? ഗ്യാസ് രൂപത്തിലുള്ളതാണ്, ഗ്യാഷ്യസ് ഹോർമോൺ ആണ്. ആര്? എഥിലിൻ എന്ന് പറഞ്ഞാൽ 1 വേർഡ് പ്രതീക്ഷിക്കാവുന്നതാണ്. എന്ത്? ഗ്യാഷ്യസ് ഹോർമോൺ. ആരാന്ന് ചോദിക്കും, ആരാണ്? എഥിലിനാണ്. വാതക രൂപത്തിലുള്ള സസ്യ ഹോർമോൺ ആരാന്ന് ചോദിച്ചാൽ ആരാണ് മക്കളെ? അത് എഥിലിനാണ്. ഇയാൾ സഹായിക്കുന്നത് ഇലകളും ഫലങ്ങളും പാകമാകാൻ, റൈപ്പനിങ്, പാകമാകാൻ സഹായിക്കുന്നുണ്ട്. ആരൊക്കെ? ഈ ലീവ്സ് ആൻഡ് ഫ്രൂട്ട്. പിന്നെന്താ? എക്സസ് എമൗണ്ട് ഓഫ് എഥിലിൻ്റെ അളവ് കൂടിയാൽ എന്തിന് കാരണമാകും? ഡ്രോപ്പിങ്ങിന് കാരണമാകും അല്ലേ? പഴുക്കാൻ കാരണമാകുന്നുണ്ട്. പഴുപ്പ് കൂടിയാൽ സ്വാഭാവികമായിട്ടും അല്ലേ കൊയിഞ്ഞാടാറില്ലേ, വികാറില്ലേ? അതന്നെ സാധനം അല്ലേ? നോക്കൂ. ഇലകളും ഫലങ്ങളും പാകമാകാൻ സഹായിക്കുന്നു. കൂടിയ അളവിൽ ആയാൽ പിന്നെ എന്ത് പ്രശ്നം വരും? പഴങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നു? പൊയിഞ്ഞു പോകുന്നു. ഇതാണ് ആര് ഫംഗ്ഷൻ? എഥിലിൻ്റെ ഫംഗ്ഷൻ. മക്കൾ നോക്കിക്കോ, അടുത്തതാണ് അബ്സിസിക് ആസിഡ്. ഈ അബ്സിഷൻ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ എന്താണ്? കൊഴിഞ്ഞു പോകുന്നതാണ് അബ്സിഷൻ്റെ അർത്ഥം. ഈ കൊഴിഞ്ഞു പോകാൻ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഹോർമോണാണ് ആര്? അബ്സിസിക് ആസിഡ്. എഥിലിൻ സഹായിക്കുന്നുണ്ട്, പക്ഷേ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ആരാണ്? അത് അബ്സിസിക് ആസിഡ് ആണ്. അതുകൊണ്ട് അതിന് പേരിന് വന്നത് അബ്സിഷൻ എന്ന് പറഞ്ഞാൽ കൊഴിഞ്ഞു പോകാൻ എന്നാണ് അർത്ഥം. അതിനാണ് ഈ പേര് വന്നത് എന്ത്? അബ്സിസിക് ആസിഡ്. നോക്കിക്കോ. ഡോർമെൻസി ഓഫ് എംബ്രിയോ അഥവാ ഭ്രൂണത്തിൻ്റെ സുപ്താവസ്ഥ. വിത്ത് മുളക്കുന്നതിന് മുന്നേ അല്ല, വിത്ത് അങ്ങനെ മുളക്കാതെ ഇങ്ങനെ ജീവനുണ്ട്, എന്നാൽ വിത്ത് മുളച്ചിടണോ ഇല്ല, ആ അവസ്ഥയാണ് എന്ത്? സുപ്താവസ്ഥ. പിന്നെ നമ്മൾ വെള്ളവും നമ്മൾ മഴയ്ക്ക് പെയ്യുമ്പോൾ സ്വാഭാവികമായും വിത്ത് മുളക്കും അല്ലേ? അതുവരെ വിത്ത് മുളക്കാതിരിക്കുന്നു, എന്നാൽ വിത്ത് ഉണങ്ങി ആകെ മരിച്ചു പോയിക്കണോ ഇല്ല, ഈ അവസ്ഥയാണ് എന്ത്? സുപ്താവസ്ഥ, ഡോർമെൻസി എന്ന് പറഞ്ഞാൽ കേട്ടോ. യെസ്. പിന്നെ എന്താ? ഡ്രോപ്പിംഗ് ഓഫ് റൈപ്പൻഡ് ലീവ്സ് ആൻഡ് ഫ്രൂട്ട്. പഴുത്ത അല്ലേ? അബ്സിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറഞ്ഞു വികാൻ സഹായിക്കുക, പൊയ്യാൻ സഹായിക്കുക. പാകമായ ഇലകൾ, കായ്കൾ എന്നിവ എന്ത് ചെയ്യുന്നു? പൊയ്യാൻ സഹായിക്കുന്നുണ്ട്. ആര്? അബ്സിസിക് ആസിഡ്. റെഡി അല്ലേടാ? 5 ആളുകളുണ്ട്. ജിബർലിൻ, ഓക്സിൻ, സൈറ്റോകൈനിൻ, എഥിലിൻ, അബ്സിസിക് ആസിഡ്. ഇതിൽ ആദ്യത്തെ ആരാണ്? ജിബർലിൻ. ജെർമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇവൻ്റെ മുളക്കാൻ സഹായിക്കുക. പിന്നെന്താ? ഇല വിരിയാൻ സഹായിക്കുന്നുണ്ട്. അടുത്ത ആരാണ്? ഓക്സിൻ അല്ലേ? ഓക്സിൻ എന്താണ് മക്കളെ? 4 പോയിന്റ് ഓക്സിൻ ഉണ്ടായിരുന്നു. കോശ വളർച്ച, കോശ ദീർഘീകരണം, അഗ്രമുഖത്തെ വളർച്ച, ഫലരൂപീകരണം. പിന്നെ ആരാണ്? സൈറ്റോകൈനിൻ. സെൽ ഡിഫറൻഷിയേഷൻ, സെൽ ഗ്രോത്ത്, സെൽ ഡിവിഷൻ അഥവാ കോശത്തിൻ്റെ വളർച്ച, വൈവിധ്യവൽക്കരണം. പിന്നെന്താ മക്കളെ?
വിഭജനം. പിന്നെ ആരാണ്? എഥിലിൻ അല്ലേ. എഥിലിൻ്റെ ഒന്നാമത്തെ പോയിന്റ് എന്താ? ഗ്യാഷ്യസ് ഹോർമോണാണ്, വാതക രൂപത്തിലാണ്. പഠിച്ചോ വെച്ചോ. യെസ്, നിങ്ങൾ നേരെ തലകം താത്തി കളി. എന്താണ്? ഗ്യാഷ്യസ് ഹോർമോണാണ് ആര്? എഥിലിൻ എന്ന് പറഞ്ഞാൽ. ഇയാൾ എന്തിനു സഹായിക്കുന്നുണ്ട്? ഇലകളും ഫലങ്ങളൊക്കെ എന്ത് ചെയ്യും? പാകമാകാൻ സഹായിക്കുന്നുണ്ട്. കൂടിയ അളവിലായി എന്ത് ചെയ്യും? അത് വീണ് പോകാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ ആരാണ്? അബ്സിസിക് ആസിഡ് സുപ്താവസ്ഥ, ഭ്രൂണത്തിൻ്റെ സുപ്താവസ്ഥ അഥവാ ഡോർമെൻസി ഓഫ് എംബ്രിയോ, ഇത് സഹായിക്കുന്നുണ്ട്. പിന്നെ എന്തിനു സഹായിക്കുന്നുണ്ട്? ഇലകളും പഴങ്ങളൊക്കെ പാകമാവാനും ആര് സഹായിക്കുന്നുണ്ട്? പാകമായത് പൊഴിയാൻ ആര് സഹായിക്കുന്നുണ്ട്? അബ്സിസിക് ആസിഡ് സഹായിക്കുന്നുണ്ട്. ഇതാണ് സാധാരണയായിട്ട് നാച്ചുറലായിട്ട് പ്ലാന്റ്സിൽ സസ്യങ്ങൾ കണ്ടുവരുന്ന ഹോർമോൺ. ഇനി ചില ഹോർമോൺ എന്ത്? ആർട്ടിഫിഷ്യൽ മനുഷ്യന്മാരുണ്ടാക്കുന്ന ചില ഹോർമോൺ, കൃത്രിമ സസ്യ ഹോർമോൺ ഉണ്ട്. അതിൽ ആദ്യത്തെ ആള് ഓക്സിനാണ്. ഓക്സിൻ്റെ ഫംഗ്ഷൻ എന്താ സാറേ? നോക്കിക്കോ. ഫലങ്ങൾ അകാലത്തിൽ പൊഴിയുന്നത് തടയുന്നു. ഓക്സിൻ്റെ ഫംഗ്ഷൻ എന്താണ്? അകാലത്തിൽ അല്ലേ, നമ്മൾ വാടി വീക എന്നൊക്കെ പറയാനില്ലേ, പൊയ്ക്കുന്നതിന് മുന്നേ വാടിയിട്ട് വീക, ഇതൊക്കെ ആര് തടയും? ഓക്സിൻ അടിച്ചു കൊടുത്താൽ തടയും. പിന്നെ എന്താണ്? വേര് മുളപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. എവിടെ റൂട്ട് ജെർമിനേഷൻ, എവിടെ? സ്പ്രൗട്ടിങ് ഓഫ് റൂട്ട്. പിന്നെന്താ? കളകളെ നശിപ്പിക്കാൻ, വീഡ്സിനെ നശിപ്പിക്കാൻ വീഡിസൈഡായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ആര്? ഓക്സിൻ എന്ന് പറഞ്ഞാൽ. ഓക്സിൻ എന്തിനു സഹായിക്കുന്നുണ്ട് മക്കളെ? പൊഴിയുന്നത് അറിയുക. ഫലങ്ങൾ വാടി വീക, അതാണ് അകാലത്തിൽ പൊഴിയുക എന്ന് പറഞ്ഞാൽ എന്താണ്? വാടി വീക. യെസ്, പ്രിവെൻറ്റ് ദ ഡ്രോപ്പിംഗ് ഓഫ് പ്രിമച്വർ ഫ്രൂട്ട്. പിന്നെ എന്താണ്? സ്പ്രൗട്ടിംഗ് ഓഫ് ഫ്രൂട്ട്സ്, വേര് മുളക്കാൻ സഹായിക്കുന്നത്, കളകളെ നശിപ്പിക്കാനും ഓക്സിൻ സഹായിക്കുന്നുണ്ട്. അടുത്തത് ആരാണ്? ജിബ്ബർലിൻ മക്കളെ 3 സാധനം ഉണ്ട് കേട്ടോ, നോക്കിക്കോളൂ. എന്താണ്? മുന്തിരി, ആപ്പിൾ മുതലായ ഫലങ്ങളുടെ വലിപ്പം വർദ്ധിപ്പിക്കുന്നതിനും മാർക്കറ്റ് സൗകര്യത്തിനു വേണ്ടി ഫലങ്ങൾ പഴുക്കം തടയുന്നതുമാണ് ആര് പോയിന്റ്? ജിബ്ബർലിൻ്റെ പോയിന്റ്. മക്കൾ ശ്രദ്ധിച്ചോളൂ. എന്താണ് ജിബ്ബർലിൻ എന്ന് പറഞ്ഞാൽ? ഫ്രൂട്ട് സൈസ് വർദ്ധിപ്പിക്കുക, പിന്നെ മാർക്കറ്റിങ്ങിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അല്ലേ. പ്രത്യേകിച്ച് നമ്മൾ റമദാൻ മാസമൊക്കെ ആകുമ്പോൾ, നോമ്പിൻ്റെ മാസമൊക്കെ ആകുമ്പോൾ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ അളവ് സ്വാഭാവികമായിട്ട് കൂടുതൽ വേണ്ടി വരും അല്ലേ. ഒരുപാട് ഫ്രൂട്ട്സ്, ബത്തക്ക, മാങ്ങ പോലത്തെ, മുസമ്പി പോലത്തെ ഫ്രൂട്ട്സൊക്കെ സ്വാഭാവികമായൊരു കൺസപ്ഷൻ കൂടുതലായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? ഈ നോമ്പ് മാസത്തിന് മുന്നേ വളരേണ്ട ചില ഫ്രൂട്ട്സൊക്കെ ഉണ്ടാവും. അതിന് നമ്മൾ എന്ത് ചെയ്യും? ഈ ജിബ്ബർലിൻ അടിച്ചിട്ട് അതിൻ്റെ വളർച്ച എന്ത് ചെയ്യും? ഒന്ന് മുരടിപ്പിക്കും. കാരണം എന്തിനാ? ഈ റമദാൻ മാസത്തിൽ ഈ സീസണിൽ വളർന്നാൽ മാർക്കറ്റിൽ നല്ല വില കിട്ടും, പൈസ കിട്ടും. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ജിബ്ബർലിൻ ഉപയോഗിക്കാറുണ്ട്. അടുത്തൊരു എഥിലിനാണ്. എഥിലിൻ്റെ മെയിൻ പോയിന്റ് 3 പോയിന്റ് ഉണ്ട്. പൈനാപ്പിൾ ചെടിയിൽ ഒരേ സമയം പുഷ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. എഥിലിൻ യൂസ്ഡ് ഫോർ ഫ്ലവറിംഗ് ഓഫ് പൈനാപ്പിൾ പ്ലാന്റ് അറ്റ് എ ടൈം. ഒരേ സമയത്ത് പുഷ്പിച്ചാൽ എന്താ? ഒരേ സമയത്ത് ഫലം ഉണ്ടാകും. ഒരേ സമയത്ത് ഫലം ഉണ്ടായാൽ എന്താ? ഒരേ സമയത്ത് ഇത് വിൽക്കേണ്ടി പറ്റും, മാർക്കറ്റിൽ ഒരുപാട് പൈസ ഒരേ സമയത്ത് കിട്ടും. റെഡിയല്ലേ? പിന്നെ ആരാണ്? പിന്നെ എഥിലിൻ സഹായിക്കാൻ എന്താ? തക്കാളി, ചെറുനാരങ്ങ, ഓറഞ്ച് തുടങ്ങിയ പഴങ്ങൾ പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്നു. രണ്ടാമത്തെ പോയിന്റ് എന്താ? പൈനാപ്പിൾ ഒരേ സമയം പുഷ്പിക്കാൻ പറഞ്ഞു. പിന്നെ എന്താണ്? തക്കാളി, ചെറുനാരങ്ങ, ഓറഞ്ച്, ടൊമാറ്റോ, ലെമൺ, ഓറഞ്ച് ഇതേ സമയം ഒരേ സമയം പഴുക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. പിന്നെ ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആരാണ് ഇവിടെ? എത്തിഫോൺ എന്ന് പറഞ്ഞാൽ ഒരു എഥിലിൻ, ആർട്ടിഫിഷ്യൽ എഥിലിനാണ്. എന്തും സഹായിക്കുന്നുണ്ട്? റബ്ബർ മരങ്ങളിലെ ലാറ്റക്സ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, റബ്ബറിൻ്റെ പാൽ വർദ്ധിപ്പിക്കാൻ ആര് സഹായിക്കുന്നുണ്ട്? എത്തിഫോൺ സഹായിക്കുന്നുണ്ട്. എത്തിഫോൺ. യെസ്. അടുത്തത് അവസാനത്തെ ആള് അബ്സിസിക് ആസിഡ്. മക്കൾ നോക്കിക്കോളൂ. പഴവർഗ്ഗ സസ്യങ്ങൾ ഒരേ സമയത്ത് വിളവെടുപ്പ് നടത്താൻ ആര് സഹായിക്കുന്നു? അബ്സിസിക് ആസിഡ് സഹായിക്കുന്നുണ്ട്. അബ്സിസിക് ആസിഡ് സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് മക്കളെ, അബ്സിസിക് ആസിഡ് സഹായിക്കുന്നത് ഹാർവസ്റ്റിംഗ്. അബ്സിസിക് ആസിഡ് ഹാർവസ്റ്റിംഗ് സഹായിക്കുന്നുണ്ട്. ഏത് അബ്സിസിക് ആസിഡാണ്? നാച്ചുറൽ അല്ല കേട്ടോ, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള, കൃത്രിമമായിട്ടുള്ള അബ്സിസിക് ആസിഡ് എന്തിനാണ് സഹായിക്കുന്നത്? ഹാർവസ്റ്റിങ്ങിന് സഹായിക്കുന്നത്. ഒരേ സമയം എന്തെടുത്താൻ, വിളവെടുത്ത് നടക്കാൻ ആര് സഹായിക്കുന്നത്? അബ്സിസിക് ആസിഡ് സഹായിക്കുന്നത്. അപ്പം മക്കൾ എന്ത് ചെയ്യുക? 5 പ്ലാന്റ് ഹോർമോണുകൾ, ഓക്സിൻ, ജിബ്ബർലിൻ, സൈറ്റോകൈനിൻ, എഥിലിൻ, അബ്സിസിക് ആസിഡ്, ഈ 5 ആളുകളുടെയും ഫംഗ്ഷൻ പഠിക്കുക. പിന്നെ കൃത്രിമ ഹോർമോൺ, ആർട്ടിഫിഷ്യൽ ഹോർമോണില്ലേ, ഈ ഭാഗങ്ങൾ എന്ത് ചെയ്യുക മക്കൾ? പഠിച്ചിട്ട് പോവുക. കാരണം നമ്മുടെ മോഡൽ എക്സാമിന് ഇത് കാര്യമായിട്ട് സ്ട്രെസ് ചെയ്ത് ചോദിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പബ്ലിക് എക്സാമിന് ചോദ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? പഠിച്ചിട്ട് പോവുക. എൻ്റെ മക്കൾക്ക് ഇതിന് ഭാഗം ഡൗട്ട് ഉണ്ട്, ഈ ഭാഗം പ്രത്യേകം പറഞ്ഞു തരാം, അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? പൊളിച്ചടക്കും. സെറ്റ്.